പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പൊതുപരീക്ഷ മണിക്കൂറുകൾ മാത്രമാണ് ഇനി നമ്മുടെ മുമ്പിലുള്ളത്. എല്ലാവരുടെയും പഠനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം പാഴാക്കാതെ, കളിയിലേർപ്പെടാതെ നല്ല രൂപത്തിൽ എല്ലാവരും പഠിക്കുകയായിരിക്കുമെന്ന് വിചാരിക്കുന്നു. പൊതുപരീക്ഷയെ നമ്മൾ കാര്യത്തിൽ തന്നെ എടുക്കുക. ജീവിതത്തിൽ നമുക്ക് ഒരു തവണ കിട്ടുന്ന ഒരവസരമാണ്. നല്ല രൂപത്തിൽ കഷ്ടപ്പെട്ട് നമ്മൾ നല്ല മാർക്ക് നേടിയെടുത്താൽ മരിക്കുന്നതുവരെ നമുക്ക് അഭിമാനമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഉറപ്പിച്ച് മനസ്സുകൊണ്ട് ഏറ്റെടുത്ത് മുന്നോട്ട് വരിക. ടോപ്പ്ലസ് നമുക്ക് ഉറപ്പായും വാങ്ങാൻ കഴിയും. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ നോക്കൂ. ഫിഖ്ഹിൻ്റെ ചോദ്യപേപ്പറിൽ മോഡൽ ചോദ്യപേപ്പർ പരിചയപ്പെടുത്തുകയാണ്. വളരെ സാധ്യതയുള്ള ചോദ്യമാണ്. നമുക്ക് ഇതിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളതും ഏത് ഭാഗത്തു നിന്ന് ചോദ്യം കൂടുതൽ പ്രതീക്ഷിക്കാം എന്നുള്ളതൊക്കെ മനസ്സിലാക്കാം. ഒന്നാമത്തത് യോജിപ്പിക്കാം എന്നതാണ്. ഈ ചോദ്യം തന്നെയായിരിക്കും എല്ലാ പരീക്ഷയുടെയും തുടക്കത്തിലുണ്ടാവുക. ശ്രദ്ധിച്ച് ആലോചിച്ച് മാത്രമേ നമ്മൾ ഉത്തരം എഴുതാവൂ. ആദ്യം ഒന്ന് എഴുതി പിന്നെ കുത്തിവരയിട്ട് ഇത് തെറ്റിച്ച് കളഞ്ഞാൽ വൃത്തി മോശമാകും, മാർക്ക് കുറഞ്ഞു പോകും. ശ്രദ്ധിക്കുക. ഒന്നാമത്തത് മുസ്തഹബിൻ്റെ മറ്റൊരു പേര്. എളുപ്പമാണ്, നഫ്ല്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതായിരിക്കും. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. എളുപ്പം നമുക്ക് ടോപ്പ്ലസ് വാങ്ങാൻ കഴിയും. ആസന്നമായ നിസ്കാരത്തേക്കാൾ മുന്തിക്കേണ്ടത് ഏതാണ്? ഖളാ ആണ്. 2 ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതുമായ വെള്ളം തോഹിറാണ്. 4 നജസ് അല്ലാത്ത ശവത്തിൽ പെട്ടതാണ് ജറാദ്. 5 വുദൂഇൽ 3 പ്രാവശ്യത്തിൽ കൂടുതലാക്കൽ കറാഹത്ത്. 3 കൂടുതൽ 3 വട്ടം മുഖം കഴുകുക. 4ാമത്തെ മുഖം കഴുകൽ കറാഹത്താണ്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ശരി അടയാളപ്പെടുത്താം. ഇങ്ങനെ ഒരു ചോദ്യവും ഉറപ്പാണ്. എല്ലാ കള്ളികളിലും കൊണ്ടുപോയി ശരിയിടരുത്. പിന്നെ ഏതാണ് ശരി ഉത്തരം എന്ന് നോക്കുന്നയാൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. അങ്ങനെ ചിലപ്പോൾ മാർക്ക് നഷ്ടപ്പെടും. കൃത്യമായി ആലോചിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ ശരിയിടാവൂ. ഒന്നാമത്തത് ഹൈലിൻ്റെ ചുരുങ്ങിയ സമയം 1 ദിവസമാണ്. 2 തയമ്മുമിൻ്റെ ഫർളാകുന്നു. ഏത്? മുഖം തടവൽ. തയമ്മുമിനാകെ മുഖം തടവാനും കൈ തടവാനും മാത്രമേ ഉള്ളൂ. അത് ശ്രദ്ധിക്കുക. കാല് തടവുന്ന സ്വഭാവം പരിപാടിയൊന്നും തയമ്മുമിലില്ല. വുളൂഇൽ കാലുണ്ടല്ലോ, അതുകൊണ്ട് തയമ്മുമിലും കാലുണ്ടാകുമെന്ന് വിചാരിക്കരുത്. അതിൽ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കാല് തടവലെന്ന് കൊടുത്തിട്ടുള്ളത്. അതുണ്ടാവില്ല, നിങ്ങളെ സംശയത്തിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തയമ്മുമിൻ്റെ കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ബാങ്കിൻ്റെ ശേഷം സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. ഫർളും സുന്നത്തൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഫർൾ എന്ന് പറഞ്ഞാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. സുന്നത്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലൊന്നും കുഴപ്പമില്ല. ചെയ്താൽ കൂലി കിട്ടും എന്നേ ഉള്ളൂ. ചെയ്തില്ലെങ്കിൽ നല്ലതല്ല. സുന്നത്ത് അങ്ങനത്തെ സ്വഭാവമുള്ളതാണ്. ഫർൾ അങ്ങനെയല്ല. ചെയ്തില്ലെങ്കിൽ കുറ്റമാണ്, ചെയ്യേണ്ടത് നിർബന്ധമാണ്. 4 ഫാത്തിഹയിൽ പെട്ടതേതാണ്? ബിസ്മിയാണ്. 5ാമത്തത് സുബഹിൽ സുന്നത്താണ് കുനൂത്ത്. അതൊക്കെ എന്ത് എളുപ്പമുള്ള ചോദ്യമാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ടോപ്പ്ലസ് വാങ്ങാൻ പറ്റും. 3ാമത്തേലേക്ക് വരുമ്പോൾ യോജിച്ച സ്ഥാനത്ത് എഴുതാം. വുളൂഇൻ്റെ ഷർത്ത്, വുളൂഇൻ്റെ ഫർള്, വുളൂഇൻ്റെ സുന്നത്ത്. ഇത് 3ഉം നമുക്കെല്ലാവർക്കും അറിഞ്ഞിരിക്കണം. ഇങ്ങനെ ചിലപ്പോൾ വേർതിരിക്കാൻ വന്നേക്കാം. വെള്ളം തൊഹൂറായിരിക്കൽ, അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കൽ. ഇത് വുളൂഇൻ്റെ ഷർത്താണ്. തല തടവൽ നിയ്യത്ത് വുളൂഇൻ്റെ ഫർളാണ്. കിബിലക്ക് മുന്നിടൽ, മിസ്വാക്ക് ചെയ്യൽ വുളൂഇൻ്റെ സുന്നത്തുമാണ്. അതിൽ തന്നെ 2ാമത്തത് ഖുതുബയുടെ ഫർള്, ജുമുഅ ശഹിയാവാനുള്ള ഷർത്ത്, ഹജ്ജ് വാജിബാകാനുള്ള ഷർത്ത്. അതിൽ അള്ളാഹുവിനെ സ്തുതിക്കുക, നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക ഖുതുബയുടെ ഫർളാണ്, ഒഴിവാക്കാൻ പറ്റാത്തതാണ്. 40 ആളെ കൊണ്ടായിരിക്കുക, ളുഹറിൻ്റെ സമയത്തായിരിക്കുക അഥവാ ഉച്ചനേരത്തായിരിക്കുക. ജുമുഅ സ്വഹീ ആവാനുള്ള ഷർത്താണ്. മുസ്ലിമാവുക, സ്വതന്ത്രനാവുക, അത് ഹജ്ജ് നിർബന്ധമാകാനുള്ള ഷർത്താണ്. അതൊക്കെ നമ്മൾ പഠിച്ചു വെച്ചതാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇത്രേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. എന്നാലും നല്ലോണം പഠിക്കണം. എവിടെയെങ്കിലും അറിയാണ്ടായിപ്പോയാൽ ടോപ്പ്ലസ് നഷ്ടമാകും. ഇനി 4ാമത്തത് വ്യക്തമാക്കാം എന്നുള്ളതിൽ ജുമയുടെ അല്ലാത്ത ഖുതുബയുടെ ഷർത്താണ് ചോദിച്ചിട്ടുള്ളത്. ഖതീബ് പുരുഷനായിരിക്കുക,
പിന്നെ ഖുതുബ അറബിയിലുമായിരിക്കണം. മലയാളത്തിൽ പറ്റില്ല, പലയിടങ്ങളിലും മലയാളത്തിലുണ്ട്, അത് പറ്റില്ല എന്നത് തന്നെയാണ് നമ്മൾ മദ്ഹബ് പഠിപ്പിച്ച ആളുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തത് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ ഉത്തമമായ സമയം പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുമ്പ്, പെരുന്നാൾ നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പാണ്. അടുത്തത് മൂന്നാമത്തത് നോമ്പിൻ്റെ ഫർളുകൾ, നിയ്യത്ത്, നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ വർജിക്കുക. അത്രയേ ഉള്ളൂ. ഇതൊക്കെ ഷോർട്ടായിട്ടുള്ള ചോദ്യങ്ങളാണ്, എന്നാലോ അത്യാവശ്യം വാല്യുള്ള ചോദ്യങ്ങളുമാണ്. ഇതുപോലത്തെ ചോദ്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതുകൊണ്ട് പാഠത്തിലുള്ള ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യുക. അടുത്തത് അഞ്ചാമത്തത് ക്രമത്തിൽ എഴുതാം എന്നാണ്. അതിലൊന്ന് അസ്സിവാക്കു മത്ഹറത്തുല്ലിൽ ഫമി മർദാത്തുല്ലിർ റബ്ബി, പല്ല് തേക്കൽ വായക്ക് ശുദ്ധീകരണമാണ്, റബ്ബിൻ്റെ തൃപ്തി നേടാനും കാരണമാണ്. ആ ഹദീസിൻ്റെ ആശയവും ഹദീസും പഠിച്ചു വെക്കുക. ഇദാ ഹലറത്തി സ്വലാത്തു ഫൽ യുഅദ്ദിൻ ലക്കും അഹദുക്കും, നിസ്കാരത്തിൻ്റെ സമയമായാൽ നിങ്ങളിൽ നിന്നൊരാൾ ബാങ്ക് വിളിക്കട്ടെ. ആയത്തും ഹദീസും പഠിച്ചു വെക്കുക, അർത്ഥവും പഠിച്ചു വെക്കുക. ഇതുപോലെ മറ്റുള്ള ചെറിയ ചെറിയ ഹദീസുകളും അതിൻ്റെ ആശയവും ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക. ആറാമത്തത് ഒറ്റ വാക്കിൽ എഴുതാം. ഇതൊക്കെ വളരെ സില്ലി ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഒന്ന്, ഹജ്ജ് പോലെ ജീവിതത്തിൽ ഒരു തവണ മാത്രം വാജിബുള്ള അമലാണ് ഉംറ. രണ്ട്, ഫർള് നോമ്പിന് ഫജ്റിന് മുമ്പായി നിയ്യത്ത് ചെയ്യൽ വാജിബാണ്, നിർബന്ധമാണ്. സുന്നത്ത് നോമ്പിന് അതിൻ്റെ ആവശ്യമില്ല, ഉച്ചയ്ക്ക് മുമ്പ് നോമ്പിൻ്റെ നിയ്യത്ത് വെച്ചാൽ മതി. മൂന്നാമത്തത് കാരണം കൂടാതെ സക്കാത്തുൽ ബദൻ, പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിപ്പിക്കൽ ഹറാമാണ്. നമ്മൾ പറഞ്ഞല്ലോ ഫിത്ർ സക്കാത്ത്, ആ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട ഏറ്റവും നല്ല സമയം പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പാണ്. എന്നാൽ ഒരു കാരണവുമില്ലാതെ അതിനെ പിന്തിപ്പിക്കുക, ദിവസത്തെ തൊട്ട്, അന്നത്തെ സൂര്യൻ അസ്തമിക്കുന്നതിനെ തൊട്ട് പിന്തിപ്പിക്കുക. അന്നത്തെ സൂര്യൻ അസ്തമിക്കുമ്പോഴാണല്ലോ ആ ദിവസം കഴിയുക. അപ്പോൾ അതിന് ശേഷത്തേക്കാക്കൽ കാരണമൊന്നുമില്ല, ഹറാമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. 4, റമളാനിലെ ഒരു പ്രത്യേക നിസ്കാരമാണ് തറാവീഹ്. ഇതൊരു ഇമ്പോർട്ടൻ്റായ ചോദ്യമാണ്. റമളാനിലെ ഒരു പ്രത്യേക നിസ്കാരമാണ് തറാവീഹ്, നോട്ട് ചെയ്ത് വെക്കുക. ഏഴാമത്തത് പൂർത്തിയാക്കാം എന്ന ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ വിത്ർ കൂടാതെ 20 റക്അത്ത് നിസ്കരിക്കുന്നവരായിരുന്നു. ഇതൊരു ഇമ്പോർട്ടൻ്റായ ചോദ്യമാണ്. ഇമ്പോർട്ടൻ്റ് ആവാൻ കാരണം ഇതുപോലത്തെ വിഷയങ്ങളിൽ നമ്മുടെ ഇടയിലുള്ള പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മുടെ മദ്ഹബിൻ്റെ അഭിപ്രായം ഒന്നുകൂടെ നമ്മൾ പഠിച്ചിരിക്കാൻ വേണ്ടി ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കും. തറാവീഹ് റക്അത്തിൻ്റെ എണ്ണം, റമളാനിലെ പ്രത്യേക നിസ്കാരം തറാവീഹാണ്, അങ്ങനത്തെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് എല്ലാ പാഠവും നമ്മളൊന്ന് നന്നായി വായിച്ചാൽ മതി. രണ്ടാമത്തത് റബ്ബന ലക്കൽ ഹംദു മിൽ അസ് സമാവാതി വ മിൽ അൽ അർളി വ മിൽ അ മാ ശിഅത മിൻ ഷൈഇൻ ബഅദ്. ഇത് നമ്മൾ നമസ്കാരത്തിൽ ചൊല്ലേണ്ട ദിക്റാണല്ലോ, നിങ്ങൾക്കറിയുന്നുണ്ടാകും. മൂന്നാമത്തത് 5 ഒട്ടകത്തിന് 1 ആടും 30 പശുവിന് 1 വയസ്സുള്ള ഒരു കുട്ടിയും 40 ആടിന് 1 ആടും സക്കാത്തായി നൽകണം. സക്കാത്തിൻ്റെ കണക്ക് കൃത്യമായി നമ്മൾ പഠിച്ചിരിക്കണം. എവിടെയെങ്കിലും 1-2 ചോദ്യം നമുക്കതിനെ സംബന്ധിച്ച് ചോദിച്ചേക്കാം. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, അതൊന്ന് പഠിച്ചു വെക്കുക. ഇനി 8ാമത്തത് ഉത്തരം എഴുതാം എന്ന ചോദ്യമാണ്. നിസ്കാരത്തിലെ ഖൗലിയായ ഫർളുകൾ ഏതെല്ലാം? തക്ബീറത്തുൽ ഇഹ്റാം, ഫാത്തിഹ, തശഹുദ്, സ്വലാത്ത്, സലാം. ഖൗലെന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് പറയുന്നത് ഏതൊക്കെയാണ് നിസ്കാരത്തിൽ, അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഉച്ചരിക്കുന്നതാണ് ഖൗലിയെ, നമ്മൾ ചെയ്യുന്നതാണ് ഫേലിയെ. പിന്നെ ഒന്ന് നമ്മുടെ മനസ്സിലുള്ളതാണ്, അത് നിയ്യത്തുമാണ്, നിങ്ങൾക്കറിയുന്നുണ്ടാകും. രണ്ടാമത്തത് ജംഉ തഖ്ദീം എന്നാൽ എന്ത്? തഖ്ദീമും തഅഖീറും രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കാം. അസ്ർ ളുഹറിൻ്റെയും ഇശാ മഗ്രിബിൻ്റെയും സമയത്തേക്ക് മുന്തിച്ച് നിസ്കരിക്കലാണ് ജംഉ തഖ്ദീം. മനസ്സിലാക്കുക, ഇതിൻ്റെ നേരെ എതിരായിരിക്കും ജംഉ തഅഖീർ.
ഇനി മൂന്നാമത്തത് ഹജ്ജിൻ്റെ മീഖാത്തുകൾ ഏതെല്ലാം? യലംലം, ദുൽഹുലൈഫ, ജുഹ്ഫ, ഖർനുൽ മനാസിൽ, ദാത്തു ഇർഖ്. ഒരു വട്ടം മനസ്സിലാകുന്നില്ലെങ്കിൽ മറ്റൊരു വട്ടം കൂടെ കേട്ട് ഇതൊക്കെ കൃത്യമായി പഠിച്ചു വെക്കണം. പാഠം നല്ലോണം വായിക്കണം. പ്രധാനമായി പാഠത്തിൽ വന്നിട്ടുള്ള ഹദീസുകളും മറ്റു പോയിൻറ്റുകളൊക്കെ മാർക്ക് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. ഇൻഷാ അള്ളാഹ് എല്ലാവർക്കും അള്ളാഹു ++ വിജയം നൽകട്ടെ. ഇനിയും നല്ല നല്ല വീഡിയോകൾ നമുക്ക് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടായ സബ്സ്ക്രൈബ് ഉണ്ടാവണം. ഒരു ലൈക്ക് കൊടുത്തേക്കുക. പറ്റുന്നവർ നന്ദി അറിയിച്ച് അൽഹംദുലില്ലയോ അല്ലെങ്കിൽ ആമീനോ മറ്റോ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. നല്ല വീഡിയോയുമായി നമുക്ക് വൈകാതെ ഉടൻ തന്നെ കാണാം. ഈ പരീക്ഷയ്ക്ക് ഉറപ്പായി നമുക്ക് ++ നേടണം.